അതിനറിയാത്തവർക്ക് എന്തും പറയാം, എങ്ങനെയും ആകാം. അവരെ സംബന്ധിച്ചിടത്തോളം കൈവപ്പൊക്കെയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമായിട്ട് അടുത്ത സമയത്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വചനം എന്ന് അച്ഛൻ ഉദ്ദേശിക്കുന്ന ഈ 66 പുസ്തകമുള്ള സത്യവേദ പുസ്തകം ആയിരിക്കുമല്ലോ. അടുത്ത സമയത്ത് മറ്റൊരു മെത്രാൻ പറയുന്നത് പേരൊന്നും പറയുന്നില്ല. ഈ കൈവപ്പ് കിട്ടിയിരിക്കുന്നത് ഞങ്ങളുടെ സഭയ്ക്ക്, അന്ത്യോക്യയിലെ സഭയ്ക്ക് കൈവപ്പുള്ളൂ. ഈ അച്ഛൻ പറയുന്ന വേദപുസ്തകം അനുസരിച്ച് അച്ഛൻ എന്ന പദം തന്നെ എടുക്കുന്നത് തെറ്റാണ്. അച്ഛനെ ലിറ്ററലായിട്ട്, അതെ, നിങ്ങൾ പിതാവെന്ന പേരെടുക്കരുതെന്ന് യേശുക്രിസ്തു പറഞ്ഞല്ലോ. അതനുസരിച്ച് അച്ഛൻ സ്വയം അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്തച്ഛനാണ്? എത്ര ബുദ്ധിഹീനരാണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. എന്നുള്ള അർത്ഥത്തിലല്ല അച്ഛൻ എന്നുള്ള പദം, ആ വാക്ക് തന്നെ എങ്ങനെയാണെന്നുള്ളത് നോക്കി എങ്ങനെ എഴുതുന്നതെന്ന്. അച്ഛൻ എന്നുള്ളതും അച്ഛൻ എന്നുള്ള രണ്ട് പദങ്ങളാണ്. ഇംഗ്ലീഷിൽ എങ്ങനെ വിളിക്കുന്നത്? ഫാദർ ജോൺസൺ തേക്കടയിൽ നിന്നാണ് വെക്കുന്നത്. ഏത് സഭ അച്ഛൻ്റെത്? ഞാൻ ഇവാഞ്ചലിക്കൽ അച്ഛനാണ്. ഈ സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ സഭയാണോ? അതല്ല, കത്തോലിക്ക ബാബാമാരടക്കമുള്ള എല്ലാ മെത്രാന്മാരെയും കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തനിക്കെന്താ പേര് വിളിച്ചപ്പോൾ വിഷമം വന്നേ? ജോൺസൺ എന്ന് വിളിച്ചാൽ നിനക്കെന്താ വിഷമം? നിനക്കെന്താ വിഷമം? നിന്നെ അച്ഛൻ വിളിക്കണമെന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എടാ, നിന്റെ സഭയ്ക്ക് എന്ത് അധികാരമുള്ളത്? അല്പം ബുദ്ധി ഉപയോഗിച്ചാൽ മതി, അധികം ഒന്നും ബുദ്ധി ഉപയോഗിക്കേണ്ട. സ്വയം വെക്കുകയാണ് അച്ഛൻ. അപ്പൊ സ്വന്തമായിട്ട് എന്തില്ല? പൗരോഹിത്യമില്ല, കൈവപ്പില്ല, പിന്തുടർച്ചയില്ല. അപ്പൊ അതൊക്കെ ഉള്ളവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൂക്കേടുണ്ട്, ഒരു വല്ലാത്ത സൂക്കേടാ. സാധ്യമാണെങ്കിൽ നിങ്ങളിത് ഒന്ന് ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വേണം. നിങ്ങൾ ഇതൊന്ന് പാസ് ചെയ്യണം. ഇപ്പോൾ ഈ ഓൺലൈനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് വിളിച്ച് ചോദിച്ചാലോ എന്ന് എനിക്കൊരു താല്പര്യമില്ലാതില്ല. അദ്ദേഹത്തെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഹലോ. ഹലോ, ഗുഡ് ഈവനിങ്. തേക്കടയിൽ അച്ഛനാണോ? അതെ. ഞാൻ, എൻ്റെ പേര് ഷിബു പീഡിയക്കൽ എന്നാണ്. ഞാൻ അച്ഛൻ്റെ ഒരു വീഡിയോ കണ്ടതുകൊണ്ടാണ് വിളിക്കുന്നേ. വളരെ വൈറലായിട്ട് ഈ വാട്സാപ്പിലൂടെ വരുന്നുണ്ട്. മെത്രാന്മാരോടുള്ള ഒരു പ്രബോധനം അഭ്യർത്ഥനയെന്ന് പറഞ്ഞൊരു വീഡിയോ. ശ്രദ്ധയ്ക്ക്. അപ്പൊ ആ വീഡിയോയില് അച്ഛന് ഈ ബിലീവേഴ്സ് സഭയിലെ ആളുകളൊക്കെ വിഡ്ഢികളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. വിഡ്ഢികൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛന് തോന്നുന്നു. അപ്പൊ അത് ക്ലോസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണ്. പിന്നെ അതുപോലെ മെത്രാന്മാർക്ക് വിവരമില്ല എന്ന് പറയുന്നുണ്ട്. വചനം അറിയത്തില്ല. വചനം അറിയാമായിരുന്നെങ്കിൽ അവർക്ക് ഡിഗ്രി ഉണ്ടെങ്കിലും വചനം അറിയത്തില്ല. വചനപ്രകാരം അങ്ങനെയല്ലെന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട്. അപ്പൊ വചനം എന്ന് അച്ഛൻ ഉദ്ദേശിക്കുന്ന ഈ 66 പുസ്തകമുള്ള സത്യവേദ പുസ്തകം ആയിരിക്കുമല്ലോ. അപ്പോ അച്ഛൻ പറഞ്ഞ ആ കാര്യങ്ങള് യഥാർത്ഥത്തിൽ ഉള്ള ഒരു വേദപുസ്തക ഉപദേശമാണോ എന്ന് അച്ഛൻ ഉറപ്പുണ്ടോ? അച്ഛൻ പറഞ്ഞ കാര്യങ്ങള്, ഞാൻ പറഞ്ഞ കാര്യത്തെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞ അതേപ്പറ്റി ചർച്ച ചെയ്യാൻ അച്ഛന് സന്നദ്ധനാണ് എന്നൊക്കെയല്ലേ പറഞ്ഞേ? തീർച്ചയായിട്ടും. മെത്രാന്മാരുമായിട്ട് മാത്രമേ ചർച്ച ചെയ്യത്തുള്ളൂ. അതിൽ താഴെയുള്ളവരോട് അച്ഛൻ ചർച്ച ചെയ്യത്തില്ല. ഈ കാര്യത്തിൽ മെത്രാന്മാർക്കുള്ള ശ്രദ്ധയാണല്ലോ, അവർക്കുള്ള പരിജ്ഞാനമാണല്ലോ കൊടുക്കേണ്ടത്. അതെ, ഞാനൊരു അൽമായനാണ്. ഇപ്പൊ എന്നോട് ചർച്ച ചെയ്യാൻ പറ്റുമോ അച്ഛന്? ഞാൻ അതിനകത്ത് താല്പര്യപ്പെടുന്നില്ല. ഞാൻ മെത്രാന്മാരോട്, അതെ, അച്ഛൻ മെത്രാന്മാരോടെന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ പറയുന്ന വേദപുസ്തകം അനുസരിച്ച് അച്ഛൻ എന്ന പദം തന്നെ എടുക്കുന്നത് തെറ്റാണ്. അച്ഛനെ ലിറ്ററലായിട്ട്, അതെ, നിങ്ങൾ പിതാവെന്ന പേരെടുക്കരുതെന്ന് യേശുക്രിസ്തു പറഞ്ഞല്ലോ. അതനുസരിച്ച് അച്ഛൻ സ്വയം അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്തച്ഛനാണ്? പിന്നെ പൗരോഹിത്യമില്ല, പിന്നെ എന്തർത്ഥത്തിലാണ്? പിതാവ് എന്നുള്ള അർത്ഥത്തിലല്ല അച്ഛൻ എന്നുള്ള പദം, ആ വാക്ക് തന്നെ എങ്ങനെയാണെന്നുള്ളത് നോക്കി എങ്ങനെ എഴുതുന്നതെന്ന്. അച്ഛൻ എന്നുള്ളതും അച്ഛൻ എന്നുള്ള രണ്ട് പദങ്ങളാണ്. ഇംഗ്ലീഷിൽ എങ്ങനെ വിളിക്കുന്നത്? ഫാദർ ജോൺസൺ തേക്കടയിൽ നിന്നാണ് വെക്കുന്നത്? അല്ല, റവറൻഡ്. ഫാദർ എന്ന് വെക്കത്തില്ല. ഫാദർ എന്നല്ല വെക്കുന്നത്, റവറൻഡ് ജോൺസൺ തേക്കടയിൽ. റവറൻഡ് എന്ന് വെക്കാൻ പറ്റുമോ ബൈബിൾ അനുസരിച്ച്? തീർച്ചയായിട്ടും. അതെങ്ങനെയാണ്? ഏത് വാക്യനുസരിച്ചാണ്? പൗലോസ്ലീഹ സ്വയം റവറൻഡ് എന്ന് വെച്ചിട്ടുണ്ടോ? പൗലോസ്ലീഹ സ്വയം വെച്ചിട്ടില്ല. പിന്നെ അച്ഛൻ എന്തിനാ സ്വയം വെക്കുന്നേ? സ്വയം എന്തിനാണ് റവറൻഡ് എന്ന് വെക്കുന്നത്? സ്വയമല്ല വെച്ചിരിക്കുന്നത്. അതെന്റെ സഭ എന്നെ ഈ ശുശ്രൂഷ നിയോഗിച്ചപ്പോൾ സഭ എനിക്ക് തന്നിരിക്കുന്ന ഒരു
ആത്മീക അധികാരത്തിന്റെ ശുശ്രൂഷയുടെ മുഖത്ത് വെച്ചിരിക്കുന്നതാണ്. അതെ, ഏത് സഭയാ അച്ഛൻ്റെത്? ഞാൻ ഇവാഞ്ചലിക്കലെ അച്ഛനാണ്. ഈ സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ സഭയാണോ? അതല്ല, ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ. അതേതാണ്? ഈ മാർത്തോമ സഭയെന്ന് പിരിഞ്ഞ ഒരു സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ഉണ്ടല്ലോ. അതല്ല, അതല്ല. പിന്നെ ECI എന്ന് പറയും, ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നാഷണൽ ലെവലില് ഞങ്ങള് ഒരു വലിയ ചർച്ചാണ്. അതെ, അതെന്നുണ്ടായതാ? അത് ആ സഭയുടെ ഒറിജിൻ? അത് ഓറിജിനൽ മിഷണറി സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തില് 1800 രൂപപ്പെട്ട സഭയാണ്. അല്ല അച്ഛാ, അത് എങ്ങനെയാ, അത് എവിടെ വെച്ചുണ്ടായി? ഞാനതെ പറ്റി ആദ്യം കേൾക്കുക കേട്ടോ, അതുകൊണ്ട് ചോദിക്കുന്നത്, കളിയാക്കാനല്ല. അല്ല, ഇതിനകത്ത് നോക്കിയാൽ നെറ്റിൽ അടിച്ചാൽ കിട്ടും. ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ, അങ്ങനെയാണോ എന്റെ പേര്? അതെ അതെ. ആ സഭ അച്ഛന് ആത്മീക അധികാരം തന്നെന്നാണ് അച്ഛൻ പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ ഇവിടെ മെത്രാൻ അല്ല, അപ്പൊ അച്ഛൻ അല്ല, ഒരു സെക്കൻഡ്, അച്ഛൻ യാക്കോബായ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നു. അപ്പൊ അച്ഛൻ ഈ യാക്കോബായ സഭയിലൊക്കെ കൈവെപ്പിനെ ആ വീഡിയോയിൽ പരിഹസിക്കുന്നുണ്ടല്ലോ. കൈവെപ്പിനെ ഒന്നും ഞാൻ പരിഹസിച്ചിട്ടില്ല. ഞാൻ ഈ അതിനകത്ത് പരിഹാസമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പരിഹാസമായിട്ട് പറഞ്ഞത് KP യോഹന്നാൻ സാറിനോട് പ്രാർത്ഥിക്കണമെന്ന് മലയാള മനോരമയിൽ പ്രിന്റ് ചെയ്ത് വന്ന വലിയൊരു വാർത്തയുണ്ട്, വലിയൊരു ഫോട്ടോ. അതിനെയാണ് ഞാൻ പരിഹസിച്ചത്. അതെന്താ അങ്ങനെ KP യോഹന്നാനോട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച എന്താ കുഴപ്പം? ഷിബുവിന് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ഒന്നുകൂടെ ഞാനതേ പറ്റിയൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പോ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് സ്വയമായിട്ട് ആത്മീയ അധികാരം കിട്ടിയെന്നും നിങ്ങളുടെ സഭ തന്നു എന്നും പറയുമ്പോൾ മറ്റ് സഭയ്ക്ക് അന്ത്യോക്യയിൽ നിന്ന് പൗരോഹിത്യ പിന്തുടർച്ചയുണ്ടെന്ന് പറയുന്നതിനൊക്കെ അതിനകത്ത് ആ വീഡിയോക്ക് അത് പരിഹസിക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോ 2 പ്രാവശ്യം കണ്ടു. അപ്പോ അന്ത്യോക്യയിലാണ് ആദ്യ സഭ ഉണ്ടായെന്നും അന്ത്യോക്യയിൽ നിന്നാണ് കൈവപ്പ് കിട്ടിയെന്ന് പറയുമ്പോൾ യേശു കർത്താവ് ആരുടെയും മേൽ കൈവച്ചായിട്ട് വായിക്കുന്നുണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങളെ കൈവച്ച് അനുഗ്രഹിച്ചതേ ഉള്ളൂ. അപ്പൊ അച്ഛൻ ആരുടെയും മേൽ കൈവെക്കാറില്ല, നിങ്ങളുടെ സഭയിൽ അങ്ങനെ കൈവപ്പില്ല? ഞങ്ങളുടെ സഭയിൽ കൈവപ്പുണ്ട്. ഞങ്ങൾ കൈവെക്കുന്നത് ഈ പിന്തുടർച്ചയായിട്ട് കൊടുക്കാനായിട്ടല്ല. അല്ല, എന്തിനാ കൈവെക്കുന്നത്? ആർക്കും പിന്തുടർച്ച കൊടുക്കാനല്ല. ഞങ്ങൾ കൈവപ്പ് കൊടുക്കുന്നത് ഞങ്ങള് ഓർഡിനേഷൻ കൊടുക്കുന്ന സമയത്ത്, മെത്രാനഭിഷേകം നടത്തുന്ന സമയത്തൊക്കെ കൈവെക്കും. അത് ആർക്കെങ്കിലും പിന്തുടർച്ച അവകാശം കൊടുക്കാനല്ല. അത് നിങ്ങൾക്ക് അധികാരം ഇല്ലാത്തോണ്ടല്ലേ അങ്ങനെ ഒരു പിന്തുടർച്ച അവകാശം. അങ്ങനെ കർത്താവ് ആർക്കും ഒരു പിന്തുടർച്ച അവകാശം കൊടുക്കാനില്ല. നിങ്ങൾ എന്തിനാണ് കൈവെക്കുന്നത്? ചരിത്രപരമായിട്ട് ഞാന് സിറിയയിലെ ഒരു മെത്രാനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം മുസ്ലിംസിന്റെ ആക്രമണത്താൽ ഓടിപ്പോരുമ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന ഗ്രന്ഥം എന്നെ എടുത്ത്, സിറിയൻ ഭാഷയിലായിരുന്നു, അത് വായിച്ചിട്ട് എന്നെ കേൾപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഫലസ്തീനിൽ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം വായിച്ച് എന്നെ കേൾപ്പിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യം എടുത്തു ചോദിച്ചു, അങ്ങനെ പിന്തുടർച്ച കൊണ്ടുവന്ന്. അദ്ദേഹം പറഞ്ഞു 1-ാം നൂറ്റാണ്ട് മുതലുള്ള ഒരു ഗ്രന്ഥത്തിലും ഉണ്ടായിട്ടില്ല. അതായത് ഈ താങ്കൾ ഈ പറയുന്ന ഷിബുവിന്റെ പ്രശ്നം എന്താ? അല്ല, ഷിബുവിന്റെ പ്രശ്നം കൈവപ്പ് അല്ല. ജോൺസൺ ഒരു കാര്യം കേൾക്ക്. ജോൺസൺ പറയുന്നതിനകത്ത് എന്തേലും അർത്ഥമുണ്ടോ? ജോൺസൺ പറയുന്നത് എവിടെയോ ഏതോ മുസ്ലിം രാജ്യത്തിൽ വേദപുസ്തകത്തെ വിശ്വസിക്കുന്നുണ്ട്. അല്ല, ജോൺസണ് വേദപുസ്തകത്തെ വിശ്വസിക്കാൻ എന്താ കാര്യം? ജോൺസൺ ഒരു കാര്യം ശ്രദ്ധിക്കും. ജോൺസൺ ഈ പരസ്യമായിട്ട് ഈ പബ്ലിക്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കി വിട്ടപ്പോ ജോൺസണോട് ആ കാര്യം ചോദിക്കും. ജോൺസൺ അങ്ങ് അസ്വസ്ഥനാകുന്നു, അസഹിഷ്ണുത കാണിക്കുന്നു. ഞാനില്ല, ഞാൻ അസ്വസ്ഥനുമായില്ല, അസ്വസ്ഥയും കാണിക്കുന്നില്ല. ഷിബുവിന് എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടെങ്കിൽ അല്ല, എനിക്ക് അസ്വസ്ഥത ഇല്ല ജോൺസണെ. ജോൺസൺ ശാന്തമായിട്ട് സംസാരിക്കാം. അതെ, ശാന്തമായിട്ട് സംസാരിക്കാം. അതുകൊണ്ടാണ് ജോൺസണെ താൻ എന്നെ പേര് വിളിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. തന്നെ പേര് വിളിച്ചാൽ എന്താണ് കുഴപ്പം? എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. എനിക്ക് തന്നെ അറിയാം. തന്നെ ഈ ഓൺലൈനിൽ ഞാൻ കാണാറുണ്ട്. അപ്പൊ തനിക്കെന്താ പേര് വിളിച്ചപ്പോ വിഷമം വന്നേ? ജോൺസൺ എന്ന് വിളിച്ചാൽ നിനക്കെന്നാ വിഷമം വന്നേ? നിനക്കെന്താ വിഷമം? നിന്നെ അച്ഛനെ വിളിക്കണമെന്ന് എവിടെയാ പറഞ്ഞിരിക്കുന്നത്? എടാ, നിന്റെ സഭയ്ക്ക് എന്ത് അധികാരം ഉള്ളത്? വെച്ചവൻ മനസ്സിലായോ? ഇവന്റെ സഭ എന്ന് പറഞ്ഞ ഒരു സഭയല്ല, വ്യാജ സഭയാണെന്ന് അവൻ തന്നെ പറഞ്ഞു. നിങ്ങളെല്ലാം കേട്ടല്ലോ. ഞാൻ ചോദിച്ചു, താൻ ഏത് സഭ? മാർത്തോമായിന്ന് പിരിഞ്ഞ ഒരു സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ഉണ്ട്. ആ സഭയിലെ അച്ഛനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഒരു കുപ്പായം തയ്പ്പിച്ചിട്ട് അങ്ങ് ഇറങ്ങിയിരിക്കുക. സ്വയം വെക്കുകയാണ് അച്ഛൻ. അപ്പൊ സ്വന്തമായിട്ട് എന്തില്ല? പൗരോഹിത്യമില്ല,
കൈവപ്പില്ല, പിന്തുടർച്ചയില്ല. അപ്പൊ അതൊക്കെ ഉള്ളവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൂക്കേടുണ്ട്, ഒരു വല്ലാത്ത സൂക്കേടാ. ആ സൂക്കേടാണ് ഇവനെ ഭരിക്കുന്നത്. മനസ്സിലായോ? ഇനിയിപ്പോ അവന്റെ